അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. നാളെ ചൊവ്വാഴ്ച. നാളെ മഗ്‌രിബിന് ശേഷം മാസം കാണുകയാണെങ്കിൽ നാളെ തറാവി നമസ്കാരം ഉണ്ടാകും. ബുധനാഴ്ച നോമ്പ് ഒന്നായിരിക്കും. നമ്മളുടെ കഴിഞ്ഞ മാസം അഥവാ അറബ് മാസം റജബ് 30 കിട്ടിയതുകൊണ്ട് ഇപ്പോൾ നാമുള്ള ഷാബാൻ മാസം 29 കിട്ടാനാണ് കൂടുതൽ സാധ്യത. അഥവാ ചൊവ്വാഴ്ച മാസം കണ്ട് ബുധനാഴ്ച നോമ്പ് ഒന്നാവാനാണ് സാധ്യത. അതല്ല, ഇനി ചൊവ്വാഴ്ച നാളെ മാസം കണ്ടിട്ടില്ലെങ്കിൽ എന്തായിരുന്നാലും വ്യാഴാഴ്ച നോമ്പായിരിക്കും എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. അതുപോലെ തന്നെ ബുധനാഴ്ച തറാവീഹും ഉണ്ടാകും. അതുകൊണ്ട് നാളെ തറാവീഹിന് വേണ്ടി എല്ലാവരും ഒരുങ്ങണം. ഒന്നാമത്തെ തറാവീഹ് നമസ്കരിക്കുന്നതിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് മഗ്ഫിറത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു തരുമെന്നാണ്. നമ്മളൊരുപാട് ദോഷങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമളാൻ നമ്മിലേക്ക് ആഗതമാകുമ്പോൾ ഇനിയിപ്പോൾ ഒരു മാസമല്ലാത്തൊരു ഇടങ്ങറാണ്. എങ്ങനെ നോമ്പെടുക്കും? ഇനിയിപ്പോൾ ഒരു മാസം തിന്നാനും കുടിക്കാനും പറ്റൂല. ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയല്ല നമുക്ക് വരേണ്ടത്. നമ്മെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, നമ്മെ വലിയൊരു നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു സഹോദരനെ നാം കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സഹായിയെ നാം കണ്ടുമുട്ടുമ്പോൾ എത്ര വലിയ ബഹുമാനത്തോടെയും ആദരവോടും കൂടിയാണ് അവനോട് പെരുമാറേണ്ടത്. ഒരു മരണത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തി, ഒരു കിണറ്റിലകപ്പെട്ട നമ്മളെ രക്ഷപ്പെടുത്തി, ഒരു പുഴയിൽ മരിക്കാൻ നീന്തി തുടിച്ച് നമ്മളെ രക്ഷപ്പെടുത്തി. അങ്ങനത്തെ ഒരാളെ നാം കണ്ടുമുട്ടുമ്പോൾ എത്ര കണ്ട് ആദരവോടെയും ബഹുമാനത്തോടും കൂടിയാണ് നാം അവരെ സമീപിക്കേണ്ടത്. അതുപോലെ പാപത്തിൻ്റെ കഴത്തിൽ കിടന്ന്, പാപത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് നാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം കിടന്ന് എടങ്ങറാകുന്ന സമയത്ത് പരിശുദ്ധ റമളാൻ നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമ്മിലേക്ക് കടന്നു വരികയാണ്. നമ്മളെ ദോഷങ്ങൾ പുറത്തു തരാൻ, നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മെ സ്വർഗത്തിലേക്ക്, നമ്മളെ ദോഷങ്ങൾ പുറത്തു വന്ന് സ്വർഗത്തിൻ്റെ വക്കിലേക്ക്, സ്വർഗത്തിൻ്റെ തീരത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സഹായിയാണ് പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ വളരെ സ്നേഹത്തോടെയും ആദരവോടെയും ആണ് നാം ആ റമളാനിനെ കാണേണ്ടത്. ഒരിക്കലും റമളാനിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ചിന്തകളോ സംസാരങ്ങളോ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ മക്കളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല, നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അൽഹംദുലില്ലാ, റമളാനാണ് വരുന്നത് എന്നുള്ളൊരു സന്തോഷമാണ് മുഅ്മിനിൻ്റെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്. നമ്മളുടെ ഹൃദയത്തിൽ എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ അർത്ഥത്തിലുള്ള റമളാനായിക്കൊണ്ട് നമ്മിലേക്ക് കടന്നു വരുന്ന റമളാനിനെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഖത്മു ദുആ മജ്ലിസിലേക്ക് ഒരുപാട് ആളുകൾ ഹദിയ അയച്ചിട്ടുണ്ട്. ഇന്നലെ ഹദിയ അയച്ചവരിൽ 1-2 ആളുകളുടെ പേര് മാത്രമേ ഉള്ളൂ, ജിപേയിലുള്ള പേരേ ഉള്ളൂ. ആ പേരാണെങ്കിൽ ഞാൻ സേവും ചെയ്തിട്ടില്ല, ആയതുകൊണ്ട് ആളാരാണെന്ന് മനസ്സിലായിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അയച്ചു തരുന്ന ഹദിയ അത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. സ്ക്രീൻഷോട്ടോട് കൂടി ഇട്ടാൽ എനിക്കത് ആളാരാണെന്ന് ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് നിങ്ങളുടെ ദുആ വസിയത്തുകളും ഓതുന്ന ഖത്മുകളും, അതുപോലെ തന്നെ എപ്പോഴും മെസ്സേജുകൾ അയക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേര് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടാകും. അല്ലാത്ത ആളുകളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നാടും പേരും ഒന്ന് പറയണം. അത് മജ്ലിസിൽ നമ്മൾ ഇത്ര റുപ്യ ഹദിയ അയച്ചു എന്നൊന്നും വിളിച്ച് പറയില്ല. അത് ഇന്ന ആൾ ഹദിയ അയച്ചിട്ടുണ്ട്, ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലേ പറയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നാം ചെയ്യുന്ന സൽക്രമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറിടത്തിലേക്ക് നാം ഓതുന്ന ഖത്തമും നാം കൊടുക്കുന്ന ഹദിയകളുമൊക്കെ അല്ലാഹു അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുത്ത് ആ ഖബറിൽ കിടക്കുന്നവർക്ക് സന്തോഷിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുവഴി നാളെ നമ്മൾ മരണപ്പെടുമ്പോൾ നാം ഈ ചെയ്ത പ്രവൃത്തി അതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളുടെ ആണ്ട് വരുമ്പോൾ, നമ്മളുടെ മറ്റു വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മളെ പേരിൽ ഹദിയ ചെയ്യാനും, നമ്മളെ പേരിൽ ഖുർആൻ ഓതാനും, ഖത്ം ഓതാനും, മൗലൂദ് ഓതാനും ഒക്കെയുള്ള ഒരു പ്രചോദനം നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാനും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കതുപോലെ ചെയ്യാനും അതിൻ്റെ പ്രതിഫലം ഖബറിൽ കിടന്ന് ആസ്വദിക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. വെൽക്കം ടു ദ ഖത്മുൽ ഖുർആൻ മജ്ലിസ് ഓഫ് MS വോയിസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق. النجم الثاقب. إن كل نفس لما عليها حافظ. فلينظر الإنسان مما خلق.
خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى بسم الله الرحمن الرحيم هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر
فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي بسم الله الرحمن الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه
النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഓതിയതായ പരിശുദ്ധമായ ഖുർആനുൽ ശരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ വന്നു പോയി അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധമായ റമളാൻ ഷരീഫാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ആ റമളാനിനെ പുൽകാനും ആ റമളാനിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നാം ഒരുമിച്ച് കൂടിയിരുന്ന് ഈ ചൊല്ലുന്നത് ഓതുന്നത് അവരുടെ പേരിൽ ഹദിയകൾ ചെയ്തതൊക്കെ അള്ളാഹു കബൂൽ ചെയ്ത് അവരുടെ ഖബറുകൾ സ്വർഗത്തിലെ സന്തോഷങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട കണ്ണത്താ ദൂരത്തോളം വിശാലമാക്കപ്പെട്ട ഖബറാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് തിങ്കളാഴ്ച മാസം 28 നാളെ ചൊവ്വാഴ്ച മാസം 29. നാളെ മാസം കാണുകയാണെങ്കിൽ ബുധനാഴ്ച റമളാൻ 1 നാളെ മാസം കാണുകയാണെങ്കിൽ നാളെ തറാവീഹ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ബുധനാഴ്ച 30 പൂർത്തിയാക്കിക്കൊണ്ട് വ്യാഴാഴ്ച എന്തായിരുന്നാലും റമളാൻ 1. അപ്പോൾ വ്യാഴാഴ്ച എന്തായിരുന്നാലും തറാവീഹ് ഉണ്ടാവും. ബുധനാഴ്ചകളത്തെ തറാവീഹ് ചൊവ്വാഴ്ച മാസം കാണുമോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷമാണ്. നമ്മളെ മുന്നിൽ ഇനിയുള്ളത് നാളത്തെ ഒരു ദിവസം മാത്രമാണ്. നാളത്തെ ഒരു ദിവസം, അതല്ലെങ്കിൽ മറ്റന്നാളത്തെ ഒരു ദിവസം കൂടി. പരമാവധി നാളെ തന്നെ ആകാനാണ് സാധ്യത. കാരണം നമ്മൾ 30 ശഅബാനും 30 പിടിച്ചുകൊണ്ടാണ് മാസം പൂർത്തിയാക്കിയിട്ടുള്ളത്. റജബ് 30 പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പും 30 കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ 30 തറാവീഹും 30 നോമ്പും ഒക്കെ എടുക്കുവാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യുവാനും ഖത്മുകൾ തീർക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റജബ് 30 കിട്ടിയതുകൊണ്ട് ശഅബാൻ 29 കിട്ടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നാളെ മാസം കാണാനും മറ്റന്നാൾ നോമ്പ് ഒന്നാകാനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് എല്ലാവരും തയ്യാറാവുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പല ആളുകളും ഹദിയകൾ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുആ വസിയത്തുകൾ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പല ആളുകളും ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ് അത് വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ ഓതി പൂർത്തിയാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഫിയ ബീവി തിരുവനന്തപുരം ഖത്മ് ഓതുന്നുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ, മറ്റു കുടുംബാദികൾ, അതുപോലെ തന്നെ കുഞ്ഞിലെ മരിച്ചുപോയ മകന് എല്ലാവർക്കും വേണ്ടി അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. കടം വീടാൻ, രോഗശമനത്തിന്, മുറാദ് ഹസിലാകാനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പ്രിയപ്പെട്ട സഹോദരി അയച്ച എന്ന ഹദിയ അള്ളാഹു സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ഓതുന്ന ഖത്തമിൽ എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര ഖത്തമാണോ ഓതുന്നതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിൻ്റെയൊക്കെ പ്രതിഫലം അവരിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉമ്മ, വാപ്പ, മറ്റു കുടുംബാദികൾ, കുഞ്ഞിലെ മരിച്ചുപോയ മകന് എല്ലാവർക്കും അള്ളാഹു ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ കടങ്ങൾ വീടാൻ, രോഗശമനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സലാമത്ത് നൽകി സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹാഷിം CK കുഞ്ഞിപ്പള്ളി, ഭാര്യയും ഞാനും ഖത്തം ഓതുന്നുണ്ട്. 5 ഖത്തമാണ് ഓതുന്നത്. മുമ്പ് 5 ഖത്തം മുമ്പ് ഓതിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഖത്തം ഓതുന്നുണ്ട്. ഉപ്പ, ഉമ്മ മരണപ്പെട്ടു പോയ ഉപ്പാടെയും ഉമ്മാടെയും
മരണപ്പെട്ടുപോയവരുടെ മൗഫറത്തിന് വേണ്ടി, മറ്റു കുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ മൗഫറത്തിനൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അവർ ഓതിയ ഖത്തമിലും ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമിലും എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അവരും അവരുടെ ഭർത്താവും ഭാര്യയും ഒക്കെ കൂടി ഓതുന്ന ആ ഖത്തം അള്ളാഹു സ്വീകരിച്ച് അവർ അയച്ചെന്ന ഹദിയ അള്ളാഹു കബൂൽ ചെയ്ത് അതിൻ്റെ പ്രതിഫലം അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റു കുടുംബാദികളൊക്കെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ശിഫാവ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ മുറാദ് അള്ളാഹു ഹാസിലാക്കി സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആമിനുമ്മ കക്കോടി. ആമിനുമ്മ എന്ന് പറയുമ്പോൾ ഇന്നലെയും ഒരു ആമിനുമ്മ ഉണ്ടായിരുന്നു, മിഞ്ഞാന്നൊരു ആമിനുമ്മ ഉണ്ടായിരുന്നു, ഇന്നൊരു ആമിനുമ്മ ഉണ്ട്. ആമിനുമ്മ കക്കോടി, കൽപ്പകഞ്ചേരി. 5 ഖത്തം ഓതുന്നുണ്ട്. ഭർത്താവ് 2 ഖത്തം, ആമിനുമ്മ 3 ഖത്തം ഓതുന്നത്. ഉപ്പാൻ്റെ ആണ്ട് നോമ്പ് 29-നാണ്. മരണപ്പെട്ടുപോയ ഉപ്പ, ഉമ്മ, അമ്മായിമ്മ, അമ്മോശൻ, അതുപോലെ മറ്റു കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെയൊക്കെ മൗഫറത്തിന് വേണ്ടി മുറാദ് ഹാസിലാകാൻ രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരയച്ച എന്ന ഹദിയ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകട്ടെ. അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമ് പൂർത്തിയാക്കുവാനും ഇനിയും ഖത്തമുകൾ ഓതാനുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൻ്റെയൊക്കെ പ്രതിഫലം അവരുദ്ദേശിച്ചതുപോലെ അവരിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖലയിലേക്ക് അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ നസീറ ബീവി കൊട്ടാരക്കര 4 ഖത്തമാണ് ഓതുന്നത്. അതുപോലെ തന്നെ സഹോദരി, ഉമ്മ, വാപ്പ, അമ്മോശൻ എന്നിവർ മരണപ്പെട്ടുപോയിട്ടുണ്ട്. അവരുടെ പേരിൽ വഴങ്ങാനും ദുആ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, ഹദിയ അയച്ചു വന്നിട്ടുണ്ട്. അമ്മോശൻ്റെ ആണ്ട് മാസമായിരുന്നു ഈ ഷാബാൻ മാസം. അള്ളാഹു സുബ്ഹാനഹു തആല അവരയച്ചെന്ന ഹദിയ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ച് നൽകട്ടെ. പ്രത്യേകിച്ച് അവർ ഓതിയ ഖത്തം, ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എന്തെങ്കിലും പാകപ്പിഴകൾക്കൊന്നും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ പ്രതിഫലം കണ്ടുകൊണ്ട് ഖബറിൽ കിടക്കുന്നവർ സന്തോഷിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. സാമ്പത്തിക ഉറവിട മേഖലയിലേക്ക് അള്ളാഹു ബർക്കത്ത് നൽകി രോഗങ്ങളിൽ നിന്നൊക്കെ ശിഫ നൽകി മുറാദുകളൊക്കെ ഹാസിലാക്കി നമ്മെല്ലാവരെയും അള്ളാഹു ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഷഹീദ പാലക്കാട് ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ടുപോയവരുടെ മഗ്ഫിറത്തിനായി മുറാദ് ഹാസിലാകാൻ രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവരയച്ചെന്ന ഹദിയ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അവരുടെ ഖബറിടത്തിലേക്ക് ഒരു പ്രകാശമായി അവരെ അയച്ച ഹദിയയുടെയും അതുപോലെ തന്നെ ഓതിയ ഖത്തമിൻ്റെയൊക്കെ പ്രതിഫലം എത്തിച്ചു നൽകി ആ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കണ്ടുകൊണ്ട് ആ ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ മുറാദ് അള്ളാഹു ഹാസിലാക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബൈദ എന്ന് പറയുന്ന പേരിൽ യൂട്യൂബിൽ ജിപേയിൽ ഹദിയ വന്നിട്ടുണ്ട്. ദുആവസിയത്തുകളൊന്നും കണ്ടിട്ടില്ല, ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവരയച്ചെന്ന ഹദിയ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അവരെ അറിയിക്കണം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ കൊച്ചുറാബിയ പുത്തഞ്ചിറ, കാഴ്ചക്കുറവുണ്ട്, അത് കാരണം ഖത്തമ് പോകാൻ സാധിക്കുന്നില്ല. എല്ലാ ആഴ്ചയിലും ദിക്ർ സലാത്തൊക്കെ ചൊല്ലി നമ്മളെ മജ്ലിസിലേക്ക് അയക്കുന്ന ഉമ്മയാണ്. ഖത്തമ് വഴങ്ങുമ്പോൾ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദിയ അയച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അവരിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അവരയച്ചെന്ന ഹദിയയുടെ പ്രതിഫലം ഖബറിലേക്ക് എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ പ്രയാസം, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ട്, കാഴ്ചക്കുറവ്, കാഴ്ച നൽകുന്നവനും അത് തിരിച്ചെടുക്കുന്നവനും വീണ്ടും അത് നൽകുന്നവനൊക്കെ റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മരിക്കുന്നത് വരെ നമ്മളെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആരോഗ്യം അവൻ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തി തരട്ടെ. ആമീൻ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഹലീമ ബീവി കൊട്ടിയം, വീടും സ്ഥലവും കുറേ വീട്ടിലും സ്ഥലത്തിലും വീടും സ്ഥലം നിൽക്കുന്ന ഇതിൽ കുറേ കടങ്ങളുണ്ട്, ജപ്തിയുടെ വക്കീലാണുള്ളത്. ആ സ്ഥലം പുറത്ത് ആരെങ്കിലും വന്ന് വാങ്ങുകയാണെങ്കിലാണ് അവർക്ക് എന്തെങ്കിലും കിട്ടുക, അതല്ലെങ്കിൽ ബാങ്കുകാർ മൊത്തം കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. അത് ഇന്നൊരു പാർട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒക്കെ ഹൈറാകാൻ വേണ്ടി. അതല്ലെങ്കിൽ ഹൈറായ ഒരു പാർട്ടി എത്തി മാന്യമായ വിലക്ക് അതെടുത്ത് അവരുടെ കടവും വീട്ടി എന്തെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങാനുള്ള പൈസയും കൂടി കിട്ടിയാൽ അവരുടെ ജീവിതത്തിന് ഒരു ആശ്വാസമാകും. അള്ളാഹു സുബ്ഹാനഹു തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. വലിയ 2 നില വീടൊക്കെയാണ്. ഇന്ന് അതൊക്കെ ഇട്ടെറിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങൾ നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ മാറ്റി ഖൈറിലാക്കി കൊടുക്കട്ടെ. ഖത്തം ഓതുന്നുണ്ട് ഉമ്മ വാപ്പ, ഭർത്താവിൻ്റെ ഉമ്മ വാപ്പ,
അവരുടെയും ഭർത്താവിൻ്റെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ദുആ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദിയ അയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. കടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സലാമത്ത് നൽകട്ടെ, ഖൈറിൻ്റെ വഴികൾ അല്ലാഹു തുറന്ന് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുഹറമ്മ കണ്ണൂർ ഖത്തം ഓതുന്നുണ്ട്. ഉമ്മ, വാപ്പ, കുടുംബക്കാർ, ഭർത്താവിൻ്റെ കുടുംബക്കാർക്കും അതുപോലെ തന്നെ അവർക്കും വേണ്ടി ഖത്ത് ഓതുന്നുണ്ട്. നബിക്കും ബദരീങ്ങളുടെ പേരിൽ ഖത്ത് ഓതുന്നുണ്ട്. അങ്ങനെ 3-4 ഖത്തം ഓതുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ, അതൊക്കെ പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അവരുടെ ഖബറിടത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അവർക്കൊരു സ്കാനിങ് ഉണ്ട്, ഇന്ന് ഒരു സ്കാനിങ് ഉണ്ട്. അതിലൊന്നും പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സലാമത്തും ഷിഫാവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹാരിഫ് ഫൗസിയ കാസർഗോഡ്, അവരുടെ ഉമ്മാൻ്റെ സഹോദരൻ മരണപ്പെട്ടു. 3 വർഷമായി ക്യാൻസർ രോഗിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്ക് അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഹാരിഫ് ഫൗസിയയുടെ മകന് വിദേശത്തേക്ക് ഇന്ന് പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലെ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്രയിലും ജോലിയിലും മൈഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഐഷ ബീവി പള്ളിക്കര ബസാർ 16,800 സലാത്ത്, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ ഇതൊക്കെ ചൊല്ലിയിട്ടുണ്ട്. പ്രത്യേകം ഉമ്മാക്ക് വേണ്ടി ഖത്തം ഓതുന്നുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾ, ഭർത്താവ്, മറ്റു കുടുംബാദികൾക്കൊക്കെ വേണ്ടി മഗ്ഫിറത്തിന് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അസുഖം മാറാൻ, മുറാദ് ഹാസിലാകാനൊക്കെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരി എല്ലാ ആഴ്ചയിലും ദിക്റും സലാത്തൊക്കെ ചെല്ലുന്ന ഒരു ഉമ്മയാണ്. അല്ലാഹു അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സലാമത്ത് നൽകട്ടെ. കടങ്ങളിലൊക്കെ അല്ലാഹു വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം. അതുപോലെ നമുക്ക് ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഒരു വീട്, സ്ഥലം, സാമ്പത്തികമായി അത്യാവശ്യ കാര്യങ്ങൾ നടത്താനുള്ള സാമ്പത്തിക അഭിവൃദ്ധി, ഇതൊക്കെ അല്ലാഹു നമുക്ക് നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. എത്രയോ ആളുകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയോരത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വലിച്ചു കെട്ടി, ടാർപ്പായി വലിച്ചു കെട്ടി അതിൻ്റെ അടിയിൽ താമസിക്കുന്നവരുണ്ട്. കേരളം വിട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിലുമൊക്കെ വളരെ പ്രയാസപ്പെട്ട രീതിയിൽ പാലത്തിൻ്റെ അടിയിലും അതുപോലെ തന്നെ റോഡിൻ്റെ ഓരങ്ങളിലും ഒക്കെ താമസിക്കുന്ന എത്രയെത്ര ആളുകൾ നമുക്ക് കാണാം. അതിൽ നിന്നൊക്കെ അല്ലാഹു വ്യത്യസ്തമാക്കി നമുക്കൊരു അഡ്രസ്സുണ്ട്. നമ്മളെവിടെ പോയി അന്വേഷിച്ചാലും നമ്മളറിയും, ഇന്നാലിന്ന പഞ്ചായത്തിൽ, ഇന്നാലിന്ന വാർഡിൽ, ഇന്നാലിന്ന സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ നമുക്ക് 5 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൽ വീടുണ്ട്, നമുക്കൊരു അഡ്രസ്സ് ഉണ്ട്. ഇതുപോലില്ലാത്ത എത്രയോ ആളുകൾ നമ്മളുടെ കേരളത്തിലുണ്ട്. കേരളത്തിന് പുറത്തു പോയാൽ ധാരാളം നമുക്ക് കാണാം. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഒന്നും നാം മറന്നു പോകരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, അതിലൊരു വീടുണ്ട്. പക്ഷേ ആ 10 സെൻറ്റ് സ്ഥലം എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ വാപ്പയാണ്. ആ വാപ്പ വാങ്ങിയിരുന്ന സ്ഥലം വിറ്റ് എനിക്കും എൻ്റെ അനുജനും കൂടി കുറേശ്ശെ പൈസ തന്നു. അതിൽ നിന്ന് കുറച്ച് പൈസ കൂടി നമ്മൾ കൂട്ടിയിട്ടാണ് സ്ഥലം വാങ്ങുന്നത്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഉമ്മ, വാപ്പ അവരിൽ നിന്ന് കിട്ടിയ സമ്പത്തും പ്രചോദനവും ഒക്കെയാണ് ഇന്ന് നമ്മളൊരു വീട് വെച്ച് ആ വീട്ടിൽ നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ നമ്മൾ ഉമ്മാരുടെയും വാപ്പാരുടെയും, പ്രത്യേകിച്ച് വാപ്പാരുടെയും അധ്വാനമുണ്ട്. അവിടെ സമ്പത്തിൻ്റെ ഭാഗമുണ്ട്, അവരുടേതായ പരിശ്രമത്തിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ആണ്ട് വരുമോ, അതല്ലെങ്കിൽ അവരുടെ പേരിൽ നമ്മൾക്കൊരു ഖത്തം ഓതി വഴങ്ങുമ്പോൾ തീർച്ചയായും നമ്മൾ അവരുടെ പേരിൽ ഹദിയകൾ അത് എന്ത് ചെയ്യണം, അവരുടെ പേരിൽ സ്വതക്കകൾ കൊടുക്കണം, ഹദിയകൾ കൊടുക്കണം. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ഓർക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, ഒരു മാസം നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ ഓർക്കുന്നതിലൂടെയും അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിലൂടെയും ഹദിയകൾ സ്വതക്കകളൊക്കെ കൊടുക്കുന്നതിലൂടെയൊക്കെ നമുക്ക് അവരുടെ തൃപ്തി ഉണ്ടാകും. റിള റബ്ബി ഫി റിളൽ വാലിദൈൻ വസുഖ്തു റബ്ബി ഫി സുഖ്തിൽ വാലിദൈൻ എന്നാണ്. അത് ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെ, മരണകാലത്തും മരണത്തിന് ശേഷം അങ്ങനെ തന്നെ. മാതാപിതാക്കളെ പൊരുത്തമുണ്ടോ, അള്ളാൻ്റെ പൊരുത്തമുണ്ട്. മാതാപിതാക്കളെ സ്നേഹമുണ്ടോ, അള്ളാൻ്റെ സ്നേഹം നമുക്കുണ്ടാവും. അത് ജീവിതകാലത്തും അങ്ങനെ തന്നെ, മരണകാലത്തും അങ്ങനെ തന്നെ. ജീവിതകാലത്ത് അവരുടെ സ്നേഹവും പൊരുത്തവും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മരണകാലത്ത് പ്രത്യേകം അവർക്ക് വേണ്ടി എപ്പോഴും ഓതി അടുവേൽ സ്വതക്ക ചെയ്ത് ആ ജീവിതകാലത്ത് അവരെ സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ ആ ഒരു വിഷമത്തോടു കൂടി അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ആ സ്നേഹം നമ്മൾ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ നമുക്ക് വലിയ എതിരായിക്കൊണ്ട് നമ്മളെ പരാജയത്തിന് കാരണമാകും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വന്ന വഴി നമ്മൾ മറക്കരുത്. നമ്മളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്കും നമ്മളാകാനൊക്കെ കാരണക്കാർ നമ്മളെ ഉമ്മയും വാപ്പയും ഒക്കെയാണ്. അപ്പോൾ അവരുടെ പേരിൽ പരിശുദ്ധ
റമദാനാണ് വരുന്നത്. അവരുടെ പേരിൽ നമ്മളിപ്പോൾ ഖത്തം ഓതിയവരുണ്ട്, അതുപോലെ തന്നെ ഭർത്താവിന് പിന്നെ ഖത്തം ഓതിയവരുണ്ട്. അവരൊക്കെ ഇൻഷാ അല്ലാഹ് വഴങ്ങുമ്പോൾ ഹദിയകളൊക്കെ പരസ്പരം കൈമാറുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ അയച്ചു കൊടുക്കുന്ന ചെറിയ ഒരു ഹദിയാണെങ്കിലും അതല്ലെങ്കിൽ വലിയൊരു ഹദിയാണെങ്കിലും അതിനൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലമായിട്ടാണ് അള്ളാഹു അത് ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല മറ്റൊരു വഴിക്ക് നമുക്ക് അള്ളാഹു അത് നൽകുന്നതുമായിരിക്കും. മാത്രമല്ല ഇനി ഒരു വഴിക്കും ലഭിച്ചില്ലെങ്കിലും നാളെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഈ ചെയ്ത പ്രവർത്തനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യും എന്നതാണ് ഇതിൽ നാം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഒന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സദഖകളും ഹദിയകളും ഒക്കെ ആക്കി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ, ഖിലാസ്, മുവദ്ദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم إلى أرواح جميع الأنبياء والمرسلين. اللهم إلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم. اللهم إلى أرواح صالحين وصديقين والشهداء وأولياء الله تعالى كلهم أجمعين. اللهم زد لهم شرفا لا شرفهم وفضلا لا فضلهم وكرامة تليق بها لا درجاتهم يا رب العالمين. اللهم بحقهم وبجاههم اللهم سلمنا وسلم أهلنا في الدارين وبحقوق هؤلاء الشرفاء العظماء المذكورين. اللهم إلى أرواح من ماتوا من آبائنا وأمهاتنا وإلى أرواح من ماتوا من أهلنا من أقاربنا وإلى أرواح من ماتوا في بلدنا. اللهم إلى أرواح من ماتوا منا. اللهم إلى أرواح جميع المسلمين والمسلمات والمؤمنين والمؤمنات. اللهم أنس وعشتهم وآمن ذوءتهم ونفس غربتهم ونفر محلتهم وارفع درجتهم. اللهم تقبل حسناتهم وتجاوز عن سيئاتهم واجمع بيننا وبينهم في دار جنتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم انصر المسلمين في كل مكان يا رب العالمين. اللهم أحينا الكتاب والسنة وأمتنا مع الإيمان والتوبة يا ذا الجلال والإكرام. اللهم يسر أسيرنا وسكن أمورنا
وقضي حاجاتنا وحاجة من أوصانا واشف أمراضنا وأمراض مرضانا وأمراض من أطعمنا وأمراض من أعاننا وأمراض من أوصانا بالدعاء نفسية وقلبية ظاهرية وباطنية واشف يا شافي يا كافي يا معافي يا رب العالمين وبحقوق هؤلاء الشرفاء العظماء المذكورين പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനായ അല്ലാഹ് ഞങ്ങളോട് ഓതിയ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ നീ കബൂലാക്കണേ അല്ലാഹ് അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങൾ ഓതിയതിന്റെ ഒക്കെ സവാബിന് അല്ലാഹു എല്ലാ അമ്പിയാക്കൾ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറിന്റെ അഹ്ലുകാർ ശുഹദാക്കൾ സിദ്ദീഖീങ്ങൾ അഹ്ലു ബൈത്തിന്റെ ഒക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹു മഹാദുൽ മുഅ്മിനീങ്ങൾ ത്വാബീങ്ങൾ താബീങ്ങളുടെ അസ്ഹാബുൽ ബദരീങ്ങൾ ഹുദീങ്ങൾ എല്ലാ സഹാബത്തെ ഖിറാമിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ ദറജകളെ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് അവരുടെയൊക്കെ ഹക്ക് ജാഹു ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാഹ് ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ് ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ ഇബാദത്ത് നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ് ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ് നിന്റെ രീതി ലഭിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ നിന്റെ മൗഫറത്തിന്റെ കവാടങ്ങൾ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ തുറന്നുവരുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ സഹോദരി സഹോദരന്മാർ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി സന്താനങ്ങൾക്ക് വേണ്ടി കൂട്ടുകുടുംബാദികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്തവർ മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഉമ്മയുടെ കൂട്ടുകുടുംബാദികളുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിലൊക്കെ ഹദിയ അയച്ച് തന്നുകൊണ്ട് അവരുടെ ആണ്ട് ദിവസങ്ങളൊക്കെ വരുന്ന സമയങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ 7-40 ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിലുണ്ട് അല്ലാഹു എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ് അർഹമായ പ്രതിഫലം അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെയൊക്കെ ഖബറൊക്കെ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ റഹ്മാനെ അല്ലാഹുവേ നിന്റെ മഹ്ദ് ഫദ്ലും കൊണ്ട് അല്ലാഹ് ആരൊക്കെ മരണപ്പെട്ടു അവരുടെ മഗ്ഫിറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ തെറ്റുകൂടാതെ ഖതം ഓതി അവരുടെ ഖബറിടത്തിലേക്ക് വഴങ്ങണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയോ റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരണപ്പെടുമ്പോ ഞങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ഖതം ഓതി ദുആ ചെയ്യുന്ന കുടുംബങ്ങളെ സന്താനങ്ങളെ കൂട്ടുകുടുംബാദികളൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് റബ്ബേ ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിലുള്ളവർ മജ്‌ലിസിലുണ്ട് അല്ലാഹ് ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ അല്ലാഹ് രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി നൽകണേ അല്ലാഹ് സാമ്പത്തിക മാനസിക ശാരീരിക പ്രയാസങ്ങൾ അടങ്ങേറുകളിൽ നിന്നൊക്കെ നീ സലാമത്ത് നൽകണേ അല്ലാഹ് കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുടെ വീട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല റഹ്മാന് അല്ലാഹുവേ വിവാഹമൊക്കെ ഉറപ്പിച്ച മക്കളുണ്ട് എങ്ങനെ മക്കളെ വിവാഹം ചെയ്തയക്കുമെന്ന് കൊണ്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന രക്ഷിതാക്കളുണ്ട് നിന്റെ ഖജനാവ് വിശാലമാണല്ലോ റഹ്മാനെ ഞങ്ങളുടെ മക്കളുടെ വിവാഹം റാഹത്തായ രീതിയിൽ നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു നൽകണേ അല്ലാ വിവാഹം ആലോചിക്കുന്ന ഭാര്യയെ അന്വേഷിക്കുന്ന ഭർത്താവിനെ അന്വേഷിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട് റബ്ബേ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ദീനുള്ളവരെ നൽകണേ അല്ലാ ഞങ്ങളെയും ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ സന്താനങ്ങൾ ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ പേരക്കുട്ടികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും ഞങ്ങളുടെ മാതാപിതാക്കളെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ദീനുള്ളവരാക്കണേ അല്ലാ നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമായി കൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാ ജോലിയിൽ ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഖൈറായ ജോലിയൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് സ്വദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും നീ ഖൈറിന്റെ സലാമത്തിന്റെ റാഹത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വഴികളൊക്കെ നീ തുറന്നു നൽകി അനുഗ്രഹിക്കണേ അല്ലാ ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹു നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാ പഠന വൈകല്യമുള്ള മക്കളുണ്ട് റബ്ബേ നാഫിയായ ഓർമ്മ ശക്തി നൽകി അനുഗ്രഹിക്കണേ അല്ലാ അനുസരണയില്ലാത്ത മക്കളുണ്ട് ഭർത്താക്കന്മാരുണ്ട് അല്ലാഹുവേ അനുസരണ നൽകണേ അല്ലാ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരുണ്ട് ഉമ്മയോടും ഉപ്പയോടും കയർത്ത് സംസാരിക്കുന്നത് ദേഷ്യപ്പെടുന്നവരുണ്ട് അല്ലാഹു എല്ലാവർക്കും നീ സലാമത്തും രക്ഷയും നൽകണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വജൂ ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങളെ
സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ, മരണം നന്നാക്കി തരണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. آمين. تقبل الله. وصيكم الدعاء. السلام عليكم ورحمة الله وبركاته.